നമസ്കാരം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് പി വിയും നിങ്ങളുടെ കയ്യിലുള്ള പണവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് പ്രയോജനപ്പെടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ഷീറ്റ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും, നമ്മുടെ മൊബൈൽ ആപ്പ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ നോക്കാനായിട്ട് സെർച്ചിൽ പോയി നിങ്ങളിതേപോലെ ഉൽപ്പന്നങ്ങൾ നോക്കുന്നു. അപ്പോൾ ഉൽപ്പന്നങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഇതേപോലെ കാണാനായി കഴിയും. അപ്പോൾ നമുക്ക് വേണ്ട ഉൽപ്പന്നം ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം. അതല്ല എങ്കിൽ നമ്മൾ സെർച്ച് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നു. അപ്പം ഞാനിവിടെ ഒരു ഉൽപ്പന്നം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൈനസ് പ്ലസ് അതിനിടയ്ക്ക് 1 എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിൽ ആ പ്ലസിൽ നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ആയി. അത് വേണ്ട 1 മതിയെങ്കിൽ മൈനസിൽ നിൽക്കിയാൽ നിങ്ങൾക്ക് 1 ആയി. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്കിവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന നീല ബട്ടണിൽ ആഡ് ടു കാർട്ട് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഉൽപ്പന്നം തൊട്ട് താഴെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾ കാണുന്ന മൈ കാർട്ട് എന്ന് പറയുന്ന അവിടെ 2 എന്ന് പറഞ്ഞ് ഒരു നീല റൗണ്ടിൽ 2 എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം നിങ്ങൾ അവിടെ ആഡ് കാർട്ടിലേക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ നമ്മുടെ കോംപ്ലക്ഷൻ ബാറിൻ്റെ താഴെ എല്ലാത്തിനും താഴെ പച്ച നിറത്തിൽ നിങ്ങൾക്ക് മൈനസ് പ്ലസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ നമ്പർ കൂടുന്ന കണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും അവിടെയും ചെയ്യാം. എന്നിട്ട് ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് തുറക്കണമെന്നില്ല. ഇവിടെ തന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് കാണുന്ന ആ മൈ കാർട്ടിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ ഒന്ന് നെക്കിക്കഴിഞ്ഞാൽ ആ ചിഹ്നം അത് താഴെ പോയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് മൈ കാർട്ടിൻ്റെ എണ്ണം കൂടി. നേരത്തെ 2 ആയിരുന്നു, ഇപ്പോൾ 6 ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്കിനി ഈ പൗഡറും ഒരു 2 ക്വാണ്ടിറ്റി അത് നമ്മൾ അതിലേക്ക് മൈ കാർട്ടിലേക്ക് ഇട്ടു. അപ്പം നിങ്ങൾക്കിങ്ങനെ കാണാൻ എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഉൽപ്പന്നങ്ങളെല്ലാം എന്ത് ചെയ്യുക. ഇപ്പോൾ അഷൂർ സോപ്പ് ഒരു 5 എണ്ണം മൈ കാർട്ടിലിട്ടു. നമ്മുടെ ക്രീമി അത് ഒരു 5 എണ്ണം മൈ കാർട്ടിലിട്ടു. ഓക്കെ, അപ്പം ഇത്രയും ഉൽപ്പന്നങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സെലക്ട് ചെയ്താൽ ഇതും ഓരോന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പം ഉൽപ്പന്നങ്ങൾ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങളെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴെ മൈ കാർട്ട് എന്ന് പറയുന്ന 20 എന്ന് നമ്പർ എഴുതി കാണിക്കുന്ന ഇവിടെ വന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ താഴേക്ക് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ താഴേക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ എത്ര പി വി ആയി എന്നുള്ളതും 32.91 പി വി ആയിട്ടുണ്ട്. എത്ര രൂപയായി ടോട്ടൽ 1247 രൂപയായി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എണ്ണം കൂട്ടണമെങ്കിൽ ഇവിടെ തന്നെ നിന്നുകൊണ്ട്, ഇനി നിങ്ങൾ അവിടെ പോകണ്ട, തിരിച്ച് പോകണ്ട, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇപ്പം കോംപ്ലക്ഷൻ ബാർ നമുക്ക് 10 എണ്ണം വേണം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ തന്നെ എണ്ണം കൂടുന്നതാണ്. അപ്പോൾ 6 ആക്കിയുള്ളൂ, ടൈം എടുക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എണ്ണം കൂട്ടാം. ഇനി നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൈനസിൽ ഇപ്പോഴത്തെ നമ്മുടെ അഷൂർ സോപ്പിൻ്റെ ഒരെണ്ണം ഞാൻ കുറച്ചു. 5 ആയിരുന്നു, അത് ഒരെണ്ണം കുറച്ചു. മൈനസിൽ നിൽക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമുക്ക് 40 പി വി 0.39 പോയിൻ്റായി 1497 രൂപയെ. അപ്പം ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയും പി വിയും താരതമ്യം ചെയ്യാനായിട്ട് നല്ലൊരു മാധ്യമമാണ്. അപ്പം ഇത് നേരത്തെ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് DLCPയിൽ ബില്ലടിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബില്ലടിക്കൽ നടക്കും, കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പി വി ഇപ്പം 100 പി വിയുടെ കൺസിസ്റ്റൻസി എടുക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരമാണ്. 30 പി വിൻ്റെ വേണമെന്നുള്ളവർക്ക് ഉപകാരമാണ്. നമ്മൾക്ക് വേണ്ടതായ പ്രൊഡക്റ്റുകൾ മാറി ഇതിനകത്ത് നോക്കി എടുക്കാനായിട്ട്
പറ്റുമെന്നുള്ളതാണ്. ഈ ഷീറ്റ് ഇനി നിങ്ങൾക്കൊരാൾക്ക് അത് അയച്ചു കൊടുക്കണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് വരിക. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ഷെയർ ബട്ടണിൽ ഈ കാണുന്ന ഷെയർ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് എന്ന് ചോദിക്കും. ഏത് ഇതിലേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വാട്സപ്പിലേക്ക് വിടാം. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മെസ്സഞ്ചർ വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വിടാനായിട്ട് പറ്റും. ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷ് യു വെൽത്ത്. ജയ് വെസ്റ്റീജ്.